എന്തായി എന്നിട്ട് വിസയുടെ കാര്യം വിസയുടെ കാര്യം നാട്ടിൽ നിന്ന് വിസ കടവും വാങ്ങിച്ചു ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നം തന്നെയാണ്. ശരിയാവൂടോ ശരിയാവും. ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഇങ്ങനെ വന്ന് ജോലി അന്വേഷിച്ച് ഒക്കെ ഒരു ജോലിയും സെറ്റപ്പും കാര്യങ്ങളാകുമ്പോൾ എല്ലാവരുടെയും വിഷമിക്കണ്ട. ശരിയാവും. ഞാൻ വരുന്ന ആളെ കണ്ട എന്ത് നല്ല മനുഷ്യനാന്നറിയാം. ഇവിടുന്ന് വരിപ്പെട്ടെ എത്ര നേരം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എന്ത് നല്ല മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ഫ്രണ്ട്സാ ഇവിടെ? പിന്നെ ആ പുള്ളി വരുന്നുണ്ട്. കൂട്ടുകാരനാ? കൂട്ടുകാരനാ. ശരി, മറക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ മടിക്കരുത്. ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. ഈ പാർക്കിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനിന്ന് പറയണമെന്ന് വെച്ചായിരുന്നു നേരത്തെ. നമ്മളിപ്പോ ഒരു അരമണിക്കൂർ മുമ്പ് പരിചയപ്പെട്ടു. അപ്പൊ തുടങ്ങിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന സാമ്പത്തികമായിട്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പറയണം, സാമ്പത്തികമായിട്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പറയണം, സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം. നിങ്ങളിത് എല്ലാവരും പറയാൻ നടക്കണ്ട. അതെ, കാലം എടുക്കാം, ആൾക്കാർ പറ്റിക്കൂട്ടാ. ഞാൻ പറഞ്ഞില്ലെന്നുണ്ട്. ഇല്ല, അങ്ങനെ പറ്റിക്കാനൊന്നും കഴിയില്ല, അതൊന്നും ഇല്ല. നമ്മളത് തെറ്റിദ്ധരിക്കില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്കല്ല, ഇനി പുള്ളിക്കാരനാണെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. അത് അങ്ങനെ അതാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞു, പറ്റിക്കപ്പെടും, ശ്രദ്ധിക്കണം. അല്ല, അതിന് ഞാൻ പൈസ ഒന്നും കൊടുക്കൂല. എനിക്ക് ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ അതെല്ലാം കേട്ട് ആ കഥയെല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, വേറെ ഇല്ല. ഓക്കെ, എന്നാലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ പഠിക്കരുത് കേട്ടാ. ഭയങ്കര ഇഷ്ടമാണ്. ശരി.